ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊക്കെ ഉറപ്പായിട്ടും വാങ്ങി വെക്കേണ്ട ഒന്നാണ് ഡാഷ് ക്യാമറകൾ. ഇത് രണ്ടും ക്യൂബോ എന്ന ബ്രാൻഡിന്റെ ഡാഷ് ക്യാമറകളാണ്. ഇതിൽ ഫുൾ ബ്ലാക്ക് കളറിലുള്ള ക്യാമറ 6 മാസം മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന്റെ മോഡൽ വരുന്നത് ക്യൂബോ പ്രോ എക്സ് എന്നാണ്. ഇത്ര നാളും യൂസ് ചെയ്തിട്ടും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ക്യാമറ ക്യൂബോയുടെ തന്നെ പ്രോ GPS എന്ന മോഡലിലുള്ളതാണ്. ഇതെന്റെ ഫ്രണ്ടിന്റെ കാറിൽ ഫിറ്റ് ചെയ്തായിരുന്ന ക്യാമറയാണ്. ഈ ക്യാമറ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസിൽ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ കുട്ടികൾ ആരും ഇത് പിടിച്ചു വലിച്ചപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് വീണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ കൊണ്ട് തന്നാണ്. പൊട്ടിപ്പോയതിൻ്റെ ബാക്കി പീസൊന്നും കിട്ടിയില്ല ഒട്ടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പീസ് റെഡിയാക്കിയ ശേഷം വേണം ഇവിടെ ഫിറ്റ് ചെയ്യാൻ. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു PVC പൈപ്പിൻ്റെ ഒരു പീസിൽ നിന്നും ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത പീസ് നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. ഈ പൈപ്പിൽ നിന്നും മുറിച്ചെടുത്ത പീസ് ചൂടാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വെച്ചോ അല്ലെങ്കിൽ ഹീറ്റ് ഗൺ ഉപയോഗിച്ചോ എങ്ങനെയെങ്കിലും ചൂടാക്കിയാൽ മതി. നന്നായിട്ട് ചൂടായ ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കണം. ഞാനിപ്പോൾ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസാണ് വെച്ചത്. ഇനി ക്യാമറയുടെ അവിടെ പൊട്ടി പീസിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. അതിനുശേഷം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കണം. ഈ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നീളവും വീതി എടുത്താൽ മതി. എന്നിട്ട് നമ്മളെടുത്ത അതേ അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച PVC പൈപ്പിൻ്റെ ഷീറ്റിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അളവുകൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജുകളൊക്കെ നമുക്ക് സാൻഡ് പേപ്പറിൽ എന്തെങ്കിലും ഒന്ന് പയ്യെ മിനുസപ്പെടുത്തിയെടുക്കാം. കട്ട് ചെയ്തെടുത്ത പീസ് ക്യാമറയിലേക്ക് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് അളവാണ്. PVCയുടെ ഈ ഷീറ്റ് ക്യാമറയിലേക്ക് 4 സ്ക്രൂകൾ ചെയ്താണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത ശേഷം ഹോളുകൾ ഇടാം. സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുകൾ ഇട്ട ശേഷം ആ ഹോൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന്. ഈ ക്യാമറ എനിക്ക് കിട്ടിയപ്പോൾ ആകെ 2 സ്ക്രൂകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ PVCയുടെ ഷീറ്റ് ഇട്ട് നീളം കുറഞ്ഞ സ്ക്രൂ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ പഴയ സ്ക്രൂകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള 4 സ്ക്രൂകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മിനി USB ടൈപ്പാണ്. അപ്പോൾ ഓൺ ചെയ്തപ്പോൾ തന്നെ അതിൽ ലൈറ്റ് ഓൺ ആയി. ഇനി കാറിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡബിൾ സൈഡ് ടേപ്പും ഇതിലേക്ക് ഒട്ടിക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുമ്പോൾ 3Mൻ്റെ ഒട്ടിക്കണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ഡാഷ് ക്യാമറ വാങ്ങിയിട്ട് 2 വർഷത്തിൻ്റെ മോഡലിൽ യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഇനി 2 ക്യാമറയിലും റെക്കോർഡായ വീഡിയോയുടെ ക്ലാരിറ്റി നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. ഈ കാണുന്ന വീഡിയോ ക്യൂബോയുടെ പ്രോ GPS എന്ന മോഡലിലുള്ള ക്യാമറയിൽ എടുത്താണ്. ഈ ക്യാമറയിലാകുമ്പോൾ നമ്മുടെ വാഹനം പോകുന്ന സ്പീഡും എല്ലാം വീഡിയോയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന വീഡിയോ ഞാൻ കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യൂബോയുടെ പ്രോ എക്സ് എന്ന മോഡലിലുള്ള ക്യാമറയിൽ എടുത്ത വീഡിയോ ആണ്. 2 ക്യാമറയിലും അത്യാവശ്യം ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ക്യാമറയാണ് എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതൽ തോന്നിയത്. ഞാൻ കാറിൽ യൂസ് ചെയ്യുന്ന ക്യൂബോയുടെ പ്രോ എക്സ് എന്ന മോഡലിലുള്ള ക്യാമറ വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. ഞാനിത് 6 മാസം മുമ്പ് വാങ്ങിയപ്പോൾ 2800-ൻ്റെ അടുത്തായിരുന്നു റേറ്റ്. ഇപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ക്യാമറ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ മെമ്മറി കാർഡ് കിട്ടിയില്ല. അത് നമ്മൾ വേറെ എക്സ്ട്രാ വാങ്ങണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.